ഹായ് ഓൾ, എല്ലാവർക്കും പി എസ് സി മെന്ററിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കുറച്ച് കാലമായി ഈ സെക്രട്ടേറിയറ്റോടെ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ കമൻ്റായിട്ടും അതുപോലെ തന്നെ ടെലഗ്രാമിൽ നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ പലരും കമൻ്റായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 10th പ്രിലിംസ് റിസൾട്ട് എന്ന് വരും, അതിനെ കുറിച്ചൊരു ധാരണ ആർക്കും വന്നിട്ടില്ല. സെക്രട്ടേറിയറ്റോടെ ടൈം ടേബിൾ മെയ് മാസം 21 വന്നിട്ടുമുണ്ട്. അപ്പം 10th പ്രിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ളൊരു സംശയം പല പിള്ളേരും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും പറയാത്ത കാര്യം, ഒരു ആധികാരികത ഇല്ലാതെ വെറുതെ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അത് കൃത്യമായ ഒരു അറിവ് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ പി എസ് സി ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അറിഞ്ഞ ഒരു കാര്യം, ഇന്നിപ്പോൾ ഏപ്രിൽ 7 ഈ ഒരാഴ്ച, അതായത് 15 അല്ലെങ്കിൽ മാക്സിമം 20 റിസൾട്ട് ഉണ്ടാകും എന്നാണ് അവിടെ നിന്ന് കിട്ടിയത്. കാരണം അവസാന ഘട്ടത്തിലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ മൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യം. അപ്പോൾ ഡേറ്റ് നമുക്ക് ഒന്ന് ഉറപ്പിക്കാം. ഒരു 15 അല്ലെങ്കിൽ 20 തന്നെ റിസൾട്ട് വരും. ഇപ്പോൾ പഠനം തുടങ്ങേണ്ടവർ, അപ്പോൾ അതിനോടൊപ്പം പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളത്. കട്ട് ഓഫ് ഓൾറെഡി ഞാനൊരു വീഡിയോ പറഞ്ഞതാണ്. 60 മുതൽ 70 വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാലും നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ LDC നമുക്കറിയാം. LDC നമ്മളെല്ലാം പറഞ്ഞ് തിരുവനന്തപുരം ജില്ല ഒരു 59 to 65 പറഞ്ഞു. എന്നിട്ട് എന്തായി എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറാം. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ എക്സാം, കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു 60 മുതൽ 70 വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കട്ട് ഓഫാണ് ഒന്ന്. അപ്പം നമുക്കിനി ഒരു 45 ദിവസമാണ് നമുക്ക് എക്സാമിനുള്ളത്. മെയ് 21 സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം വരുന്നത്. 10th പ്രിലിംസിലെ സെക്രട്ടേറിയറ്റ് OAയുടെ കൂടെ വരുന്ന കുറച്ച് എക്സാമുകളുണ്ട്. അതായത് ലാബ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പിംഗ് ഓഫീസർ. ഇതിൻ്റെ ഒന്നും എക്സാം പബ്ലിഷ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്നാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സെക്രട്ടേറിയറ്റ് OA എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മെയ് മാസം 21. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് OA ഫേസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് 10th പ്രിലിംസ് ലിസ്റ്റിൽ വരും എന്ന് ഉറപ്പുള്ളവർ പഠിച്ചു തുടങ്ങുക. 45 ദിവസമേ ഉള്ളൂ. നമ്മൾ ഫേസ് ചെയ്യാത്ത 10th പ്രിലിംസിൽ ഫേസ് ചെയ്യാത്ത 2 വിഷയങ്ങളുണ്ട്. അതൊന്ന് ഇംഗ്ലീഷും ഒന്ന് മലയാളവുമാണ്. അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രിലിംസിന് വരാത്ത കുറച്ച് ടോപ്പിക്കുകളുണ്ട്. നമുക്ക് പ്രിലിംസിന് വരാത്ത കുറേ ഭാഗങ്ങൾ നമുക്ക് 10th മെയിൻസിന് വരും. ആ 10th മെയിൻസിന് വരുന്ന ഭാഗങ്ങൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക. ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ, ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം, ഇംഗ്ലീഷിൽ എങ്ങനെ പഠിക്കണം, മലയാളം എങ്ങനെ പഠിക്കണം, മാത്സ് ഏത് രീതിയിൽ പഠിക്കണം, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഓരോ വിഷയങ്ങളുടെയും കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ, 45 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ വരും ദിവസങ്ങളിൽ അടുത്ത് തന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളോട് സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഡേറ്റ് മറക്കരുത്, മെയ് 21 എക്സാം. ഈ ആഴ്ചയോ അടുത്ത ആഴ്ച ആദ്യമോ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നാണ് PSCയിൽ നിന്നും അറിയാൻ സാധിച്ചത്. സോ എല്ലാവരും പഠനം തുടങ്ങുക. യാതൊരു അല്ലെങ്കിൽ ലിസ്റ്റ് വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം അതിനുള്ള സമയം നമുക്കില്ല. കറക്റ്റ് പറഞ്ഞാൽ 45 ദിവസമേ ഉള്ളൂ. ഈ 45 ദിവസവും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര മണിക്കൂർ യൂസ് ചെയ്യണം, ഒരു മണിക്കൂർ ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിച്ചു തീർക്കാൻ കഴിയുമെന്നുള്ള വിശദമായ സ്റ്റഡി പ്ലാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്തായാലും പഠനം തുടങ്ങുക. എല്ലാവർക്കും ലിസ്റ്റിൽ കയറാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ ആശംസ പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എല്ലാവരും സെക്രട്ടേറിയറ്റ് OA എഴുതുക. സെക്രട്ടേറിയറ്റ് OAയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ലിസ്റ്റിൽ കയറുന്നവരുടെ ഭാവി എന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആരും ലിസ്റ്റ് കയറുന്നവർ, മീൻസ് 10th പ്രിലിംസിൻ്റെ ലിസ്റ്റ് കയറുന്ന ആരും സെക്രട്ടേറിയറ്റ് OA എക്സാം എഴുതാതിരിക്കരുത്. മാക്സിമം എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക, ലിസ്റ്റ് കയറുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിനുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ടെലഗ്രാം ചാനൽ, PSC മെൻറ്റർ എന്ന ടെലഗ്രാം ചാനലും PSC മെൻറ്റർ എന്ന യൂട്യൂബ് ചാനലും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരോട് വീഡിയോ കാണാനായിട്ട് പറയുക. എങ്കിൽ അവർക്കും കുറച്ചുകൂടി ഇതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ടാവും. അടുത്ത വീഡിയോ കാണാം. താങ്ക്